48 ദിവസം കൊണ്ട് ഗസ കീഴടക്കാൻ ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ ഇപ്പോൾ വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഗസയിലെ യുദ്ധം പശ്ചിമേഷ്യ ഒട്ടാകെ വ്യാപിച്ചു. ഹിസ്ബുള്ള പോരാളികളും ഇറാനുമൊക്കെ ഇസ്രായേലിനെ വലിയ പ്രതിരോധത്തിലാക്കി മാറ്റി. ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധത്തിന്റെ രൂക്ഷത വർദ്ധിച്ചിരിക്കെ ഹിസ്ബുള്ളയുമായി വെടിനിർത്തലിന് തയ്യാറാകാൻ ഇസ്രായേൽ സന്നദ്ധമായി. പക്ഷേ ഹിസ്ബുള്ള ഒരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഗസയിലും വെടിനിർത്തണം. ഗസയിൽ നിരവധി സ്ത്രീകളും കുട്ടികളും കണക്കില്ലാത്ത സ്ത്രീകളും കുട്ടികളും രോഗികളും ഗർഭിണികളും ഒക്കെ കൊല്ലപ്പെട്ടു. ഹമാസ് തൊട്ട് തകർന്നതുമില്ല. നമ്മുടെ സംഖ്യകളിരുന്ന് പറയുന്നുണ്ട്, ഹമാസ് ഇത്ര പേർ തകർന്നു, ഹമാസിന്റെ തുരങ്കമൊന്നുമില്ല, എല്ലാം തകർത്തു. എങ്കിൽ പിന്നെ എങ്ങനെ യുദ്ധം നടക്കുന്നു? യുദ്ധം ഗസയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഗസയിൽ വെടിനിർത്താനും ഇസ്രായേൽ സന്നദ്ധമായിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്ത. ഹമാസിന്റെ മുമ്പിലും ഇസ്രായേൽ കീഴടങ്ങിയിരിക്കുന്നു. ഗസയിലെ തെരുവോരങ്ങളിൽ കടന്നു കയറിയ, നഗരവീഥികളിൽ കടന്നു കയറിയ ഇസ്രായേൽ സൈന്യത്തിന് കനത്ത തിരിച്ചടിയാണ് ഹമാസ് നൽകിയത്. ഇസ്രായേൽ വിചാരിക്കാത്ത രീതിയിൽ യുദ്ധം നീണ്ടുപോയി. അതിലുപരി ഹിസ്ബുള്ളയുമായി വെടിനിർത്താൻ ഇസ്രായേൽ സന്നദ്ധമാണെങ്കിലും ഹിസ്ബുള്ളയുടെ എല്ലാ ആവശ്യങ്ങളും അവർ അംഗീകരിച്ചിട്ടില്ല. അതിലെ ഏറ്റവും പ്രധാന ആവശ്യം ഗസയിലെ വെടിനിർത്തലാണ്. അത് അവർ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ വെടിനിർത്തൽ അനിവാര്യമാണെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വളഞ്ഞിട്ടടിയാണെന്ന്. ഒരു ഭാഗത്ത് ഹിസ്ബുള്ള, മറുഭാഗത്ത് ഹമാസ്, അതിനും അപ്പുറം ഇസ്രായേലിനെ ചുട്ടുകരിക്കുന്ന ശക്തിയായി ഇറാൻ. എന്ത് ചെയ്യും ഈ സന്ദർഭത്തിൽ ഇസ്രായേൽ? ഒന്നും ചെയ്യാനില്ല, കീഴടങ്ങുക മാത്രമേ നിവർത്തിയുള്ളൂ. കുറെ പേരെ കൊന്നു തള്ളിയതിന്റെ പാപഭാരം പേറി ബെഞ്ചമിൻ നെതന്യാഹു ഇനിയുള്ള ശിഷ്ടകാലം ജീവിക്കും. കാരണം ഇസ്രായേലിലെ ജനങ്ങൾ അത്രയേറെ അദ്ദേഹത്തെ വെറുത്തു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വസതിക്ക് മുമ്പിൽ ജനങ്ങളുടെ പ്രതിഷേധ പ്രകടനമുണ്ടായി. ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബന്ദികളുടെ ബന്ധുക്കൾ നെതന്യാഹുവിന്റെ വീട് വളയുന്ന അത്ഭുതമായ കാഴ്ച. ഈ കാഴ്ചയൊക്കെ കണ്ട് തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുകയാണ് വീരനും ധീരനും ശൂരനും പരാക്രമിയും രക്തദാഹിയും രക്തക്കൊതിയനും ഒക്കെയായ നെതന്യാഹു. നെതന്യാഹുവിന് ഹമാസിന് മുമ്പിൽ കീഴടങ്ങാതെ മറ്റ് മാർഗമില്ല. ഹമാസിന് മുമ്പിൽ കീഴടങ്ങുക എന്നത് നെതന്യാഹുവിന്റെ അനിവാര്യതയാണ്. ഇനിയും ഗസയിൽ യുദ്ധം തുടർന്നാൽ ഇസ്രായേലി സൈനികർ കൂടുതൽ പേർ കൊല്ലപ്പെടും. ഹമാസിന്റെ ഭൂഗർഭ അറകൾ ഇപ്പോഴും സുരക്ഷിതമാണ്. അവിടെ ആവനാഴി പോലെ എണ്ണിയാലൊടുങ്ങാത്ത ആയുധങ്ങളുമുണ്ട്. റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ചാണ് ഹമാസ് പോരാളികൾ ഇസ്രായേലിന്റെ സൈന്യത്തെ നേരിടുന്നത്. അതിൽ കനത്ത നാശനഷ്ടമാണ് ഇസ്രായേലിന് ഉണ്ടായിരിക്കുന്നത്. ആ നാശനഷ്ടം ഇസ്രായേലിനെ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ ജോ ബൈഡൻ പോയി ഡൊണാൾഡ് ട്രംപാണ് വരുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനി ജോ ബൈഡൻ ചെയ്തതുപോലെ ട്രംപ് ഇസ്രായേലിനെ സഹായിക്കുമോ എന്ന് കാത്തിരുന്നൊക്കെ കാണണം. ആദ്യഘട്ടത്തിൽ ട്രംപ് ഇസ്രായേലിന് സമ്പൂർണമായ പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. താൻ അധികാരമേൽക്കുന്നതിന് മുമ്പ് ഹിസ്ബുള്ളയും ഹമാസിനെയും തീർത്തു വരാൻ ട്രംപ് പറഞ്ഞതായൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ വാർത്തകൾക്കപ്പുറം ഇസ്രായേൽ നേരിടുന്ന വലിയ തിരിച്ചടി ഇപ്പോൾ നെതന്യാഹു തിരിച്ചറിഞ്ഞു. ഹമാസ് ചെറിയൊരു സൈനിക സംഘമാണ്. ആ ചെറു സൈനിക സംഘത്തെ പോലും തോൽപ്പിക്കാൻ ഇസ്രായേലിന്റെ വീറുറ്റ കരസൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല. വ്യോമാക്രമണത്തിലൂടെ ബോംബിംഗ് നടത്തി കുറെ പേരെ കൊന്നൊടുക്കിയത് മാത്രം മിച്ചം. ഗസ പ്രേതഭൂമിയായി മാറിയിരിക്കുന്നു. ഗസയിൽ ദുരന്തത്തിന്റെ കാഴ്ചകൾ മാത്രം. കുട്ടികൾ കൈകാലുകൾ നഷ്ടപ്പെട്ട പിഞ്ച് കുട്ടികൾ, നിറവയർ തകർന്ന ഗർഭിണിമാർ, ഇങ്ങനെ ദുരന്തത്തിന്റെ കാഴ്ചകൾ മാത്രം. കൂട്ടക്കുഴിമാടം ഒരുക്കി ഗസയിലെ ജനങ്ങളെ മൂടുന്ന അവസ്ഥ. ഒരു തരം പ്രേത നഗരം. പക്ഷേ ആ പ്രേത നഗരത്തിന്റെ ഭൂഗർഭ അറകളിൽ ഹമാസ് പോരാളികളുണ്ട്. നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന പോരാളികൾ. നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഹമാസ് പോരാളികളെ ഒതുക്കാൻ പ്രയാസമാണ്. കാരണം അവർക്ക് ഒന്നുകിൽ ജയം അല്ലെങ്കിൽ മരണം. അതാണ് അവരുടെ ലക്ഷ്യം, അതാണ് അവരുടെ ആശയം. ഹമാസ് പോരാളികൾ
ഇപ്പോൾ ലോകത്തിന്റെ മുഴുവൻ കയ്യടി നേടിയിരിക്കുകയാണ്. ഗസയിലും വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഈജിപ്തിന്റെ നേതൃത്വത്തിൽ മുമ്പേ വെടിനിർത്തൽ ചർച്ചകളൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷേ ഹമാസും ഇസ്രായേലും തങ്ങളുടേതായ നിലപാട് തറയിൽ ഉറച്ചു നിന്നു. ഇപ്പോൾ വെടിനിർത്തേണ്ടത് ഹമാസിന്റെ അനിവാര്യതയല്ല, ഇസ്രായേലിന്റെ അനിവാര്യതയാണ്. ആ വെടിനിർത്തൽ പ്രാവർത്തികമാകണമെങ്കിൽ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡുകൾ ഇസ്രായേൽ അംഗീകരിക്കണം. ഹമാസിന്റെ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഇസ്രായേലിന് മുന്നോട്ട് പോകേണ്ടി വരും. എന്തായാലും വെടിനിർത്തൽ ആസന്നമായിരിക്കുന്നു ഗസയിൽ. ലോകത്തിലെ സമാധാന പ്രേമികൾക്ക് ആശ്വസിക്കാം. കാരണം യുദ്ധം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. യുദ്ധം ഒന്നിൻ്റെയും അവസാനമല്ല. യുദ്ധം ഒന്നിൻ്റെയും ആരംഭവുമല്ല. മനുഷ്യരാശിക്കിടയിൽ മനുഷ്യരെ രണ്ടായി തിരിക്കുന്ന പകയുടെയും വൈരാഗ്യത്തിൻ്റെയും നേർചിത്രമാണ് യുദ്ധം. ആ യുദ്ധം കൊണ്ട് ആരും ഒന്നും നേടുന്നില്ല. സമാധാനം പുലർന്നാൽ ലോകം വികസിക്കും. സമാധാനമുണ്ടായാൽ ലോകത്തിലെ ലോകത്തിന് ഒരുപാട് സംഭാവനകൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഈ ഗസയിലൊക്കെ സമാധാനം ഭേദിക്കപ്പെട്ടപ്പോൾ പശ്ചിമേഷ്യ മുഴുവൻ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. ഇറാൻ, ഇസ്രായേൽ എന്നീ രണ്ട് വൻശക്തികൾ മുഖാമുഖം നിൽക്കുന്ന കാഴ്ചയും കാണേണ്ടി വന്നു. ഇപ്പോൾ ഗസയിലും വെടിനിർത്താൻ ഇസ്രായേൽ സന്നദ്ധമായിരിക്കുന്നു. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയം, എല്ലാ യുദ്ധക്കുതിയന്മാർക്കും സംഭവിക്കുന്ന പരാജയം. ഹിസ്ബുള്ളയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കിയ നെതന്യാഹു ഹമാസിന് മുമ്പിലും മുട്ടുമടക്കാൻ പോകുന്നു. വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. അതിലും അമേരിക്കയുടെ കൈത്താങ്ങുണ്ട് ഈ വെടിനിർത്തൽ ചർച്ചകൾക്ക്. കാരണം എന്നുമെന്നും ഇസ്രായേലിന് ആയുധവും പണവും നൽകി സഹായിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുത്ത് അമേരിക്കയുടെ ആയുധപ്പുരകൾ ഒഴിഞ്ഞ അവസ്ഥയിലാണ്. ഇസ്രായേലിനും ഉക്രൈനും ഒക്കെ ആയുധം ഒരുപാട് സംഭാവന ചെയ്തു അമേരിക്ക. അതുകൊണ്ട് ഇനി ആയുധങ്ങൾ കൊടുക്കാൻ അമേരിക്ക വലിയ ഒരു സന്നദ്ധത കാണിക്കില്ല. മറുവശത്ത് പശ്ചിമേഷ്യയിൽ റഷ്യ ഇടപെടുന്നത് വലിയ തിരിച്ചടിയായി അമേരിക്കയ്ക്ക് മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ റഷ്യ നിയന്ത്രിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരുന്നു. സൗദി അറേബ്യയും റഷ്യയും തമ്മിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. ഇറാനിൽ സൈനിക താവളം തുറക്കാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ യുദ്ധം നിർത്തുകയല്ലാതെ ഇസ്രായേലിന് ഒരു പോംവഴിയുമില്ല. മറ്റൊന്ന്, റഷ്യയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് അമേരിക്കയാണ്. തന്ത്രപ്രധാനമായ ഇറാനിൽ സൈനിക താവളം തുറക്കാൻ റഷ്യ തീരുമാനിച്ചത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. പശ്ചിമേഷ്യയിൽ റഷ്യയുടെ കടന്നുകയറ്റത്തെ പരമാവധി പ്രതിരോധിക്കുക, അതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഹമാസുമായി വെടിനിർത്താൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ അമേരിക്ക പെരുമാറുന്നത്. ഗസയിലെ തെരുവോരങ്ങളിൽ മരിച്ച ഇസ്രായേലി സൈനികരുടെ കണക്ക് ഔദ്യോഗികമായി ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല. വലിയ നാശനഷ്ടമാണ് ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രായേലിന് ഉണ്ടായത്. എന്തായാലും വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കട്ടെ. വെടിനിർത്തൽ അനിവാര്യമാണ്. രക്തം ചിന്തിയുള്ള പോരാട്ടങ്ങളല്ല നമുക്ക് ഇനിയുള്ള കാലത്ത് വേണ്ടത്. ശാസ്ത്രത്തിൻ്റെയും മറ്റ് സാമൂഹ്യപരമായുള്ള വികസനത്തിൻ്റെയും പോരാട്ടങ്ങളാണ്. ആ പോരാട്ടങ്ങളാണ് നമ്മൾ തുടരേണ്ടത്. ആ പോരാട്ടങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. എന്തായാലും ഹമാസിന് മുമ്പിലും തോറ്റു തൊപ്പിയിട്ട് നിൽക്കുന്നു നെതന്യാഹു.